ഹലോ ഗൈസ്, അപ്പോൾ രാവിലെ എഴുന്നേറ്റത് ഇന്യൂസിനെ ഇത് എനിക്ക് കുറച്ച് നേരം ഒന്ന് പായൽ കിടത്തും കേട്ടോ, തറയിൽ. അവരുടെ ഡെവലപ്മെൻറ്റിന് അതൊക്കെ നല്ലതെന്നാണ് അമ്മയൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ കുറച്ച് നേരം കിടത്തും. അപ്പോൾ അത് അവൾ അവിടെ കിടന്ന് കളിക്കുകയാണ്. അപ്പോൾ അവൾ കളിക്കുന്ന സമയം കൊണ്ട് ഞാൻ പെട്ടെന്ന് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു. അപ്പോൾ ഇന്നൂസിൻ്റെ ഒരു കാലിലെ കൊലുസുണ്ടല്ലോ, അത് അവൾ കാലിട്ട് ഇങ്ങനെ തേച്ചത് ഊരിപ്പോയി. പിന്നെ ഞാൻ ഇട്ട് കൊടുത്തില്ല. അതാണ് ഒറ്റ കാലിൽ കൊലുസമായിട്ട് കിടക്കുന്നത് കേട്ടോ. അപ്പോഴത്തേക്കും കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഇന്നൂസിൻ്റെ അച്ഛാമ്മയും അച്ഛനും അതുപോലെ തന്നെ നമ്മുടെ ഇത്തുമ്മയും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ചേച്ചി ഓട്ടിടാൻ വേണ്ടി പോയിരിക്കുകയാണ്. അതുകൊണ്ട് ഇത്തൂസിനെ നമ്മുടെ അടുത്താക്കിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ആദ്യം വന്നപ്പോൾ ഇത്തുമ്മയ്ക്ക് ചെറിയൊരു വാശിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതങ്ങ് ശരിയായി. നാത്തൂന്മാരും കൂടി കണ്ടപ്പോഴത്തേക്ക് റെഡി ആയിട്ടോ. അപ്പോൾ ഇവർ രണ്ടുപേരും ഇതുപോലെ ഇങ്ങനെ ഒരുമിച്ച് കിടന്ന് കളിക്കുന്നത്, ഒരുമിച്ച് കിട്ടുന്ന ദിവസം ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. കാരണം സമയം പെട്ടെന്ന് പോവും. രണ്ടുപേരും ഇങ്ങനെ ഒരുമിച്ച് നോക്കി, രണ്ടുപേരും പരസ്പരം നോക്കാറായിട്ടില്ല. ഇപ്പോൾ ഇത്തുമ്മ ഇങ്ങനെ കുറച്ച് നേരം ഇന്നുമ്മേനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തൂസ് നോക്കുന്നത് ഇവളെ എപ്പോഴും ഇങ്ങനെ വായിൽ കൈവച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ്. പക്ഷെ രണ്ടുപേരും കയ്യിൽ വായ വെച്ച് ഊറുന്ന ആൾക്കാരാണ് കേട്ടോ. അങ്ങനെ രണ്ടുപേരുടെ കയ്യിലും ഗ്ലൗസ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്തൂസ് ഇന്നുമേനെ തന്നെ നോക്കിയിരിക്കുന്നു. പക്ഷെ ഇന്നൂസ് അങ്ങനെ ശ്രദ്ധിച്ച് നോക്കാറായില്ല. പെട്ടെന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കി മുഖം മാറ്റിക്കൊണ്ടിരിക്കുന്നു. അത്രയേ ആയുള്ളൂ. ഇതാരിത്തുമ്മ അടുത്ത് കിടക്കുന്ന? ഇതാര് കിടക്കുന്ന അടുത്ത്? കുറച്ച് നേരം അവർ വർത്തമാനം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്നൂസ് കുറച്ചങ്ങ് ഉറങ്ങി. ആ സമയത്ത് തന്നെ ഞാൻ ഇത്തൂസിനെയും കൂടി ഉറക്കിയിട്ട് ഇത്തൂസിന് കുറച്ച് കരിയൊക്കെ വരച്ചു കൊടുത്തു. പക്ഷേ ഇങ്ങനെ രണ്ടുപേരും ഒരുമിക്കുന്ന സമയത്ത് രണ്ടുപേർക്കും പൂച്ച ഉറക്കമാണ് കേട്ടോ. അതുപോലെ ഇച്ചിരി വാശിയും കൂടുതലായിരിക്കും രണ്ടുപേർക്കും. ഒരാളെ എടുക്കുമ്പോൾ മറ്റേ ആൾക്ക് ചെറിയ വാശി കാണും. അതുപോലെ തിരിച്ചും അങ്ങനെ ആവും. അപ്പോൾ അത് ആ വാശി കാരണം ഇവർ രണ്ടുപേരും അമ്മമാർ മുറ്റത്ത് കുറച്ച് നേരം എടുത്തുകൊണ്ട് നടക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും അവരുടെ വാശിയൊക്കെ മാറി അവരിങ്ങനെ കാഴ്ചയൊക്കെ കണ്ടിരിക്കുമായിരുന്നു.